പലപ്പോഴും എനിക്ക് എന്താ റീസൺ എന്ന് പോലും അറിയാതെയാണ് ടെൻഷനായി പോകുന്നത് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയി പോകുന്നത്. നമുക്കത് ആങ്ഷ്യസ് ആയി പോകുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക അതിൻ്റെ സിംറ്റംസ് വെച്ചിട്ടാണ്. ആളുകളൊക്കെ പറയുന്നത് കേൾക്കാൻ ചിലപ്പോൾ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഹെവിനെസ് ആണ്, വയറ്റിനകത്തൊരു കാളലാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആങ്ഷ്യസ് ആവുന്ന ആളുകളുടെ പ്രശ്നം. അവർ കൂടുതൽ ഇമോഷണൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ സോഷ്യലി വിഡ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നടന്നാലോ, അങ്ങനെ പറഞ്ഞാലോ, വാട്ട് ഇഫ് എന്നുള്ള സംഭവമാണ് എപ്പോഴും അവരുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാതിരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് അതുപോലെ നടന്നു കഴിഞ്ഞാൽ സമാധാനം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാലും അത് ഇട്ട് കഴിഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞാൽ അഗെയിൻ അതെല്ലാം എടുത്തിട്ട് വീണ്ടും വാഷ് ചെയ്യാനാണ് അവർക്കുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവാണെന്നുള്ള രൂപത്തിൽ നമ്മളുടെ കൺട്രോളിലല്ലാതെ ഫിസിയോളജിക്കലി ചേഞ്ചസ് വരാണ്. ഹാർട്ട് റേസ് ആവുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൈയും കാലും ഷിവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ത്രോട്ടെല്ലാം ഡ്രൈ ആയി പോവാണ്. ഈവൻ ഡയബറ്റിക് പേഷ്യൻസായി മാറാൻ ചാൻസസ് ഉണ്ട് കോർട്ടിസോൾ ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിന്നാൽ. എന്ത് അസുഖങ്ങളും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം. നമ്മൾ ക്യാൻസർ തൊട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തൊട്ട് എന്ത് തരത്തിലുള്ള ഫിസിക്കൽ ഡിസോർഡേഴ്സും ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർദ്രയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. ശരിക്കും എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലാത്ത ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു തോട്ട് പാറ്റേൺ അല്ലേ. അതായത് പ്രസൻ്റ്ലി ഇല്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ വറീഡ് ആവുക, നമുക്കൊരു അൺഈസിനെസ് തോന്നുക, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആങ്ഷ്യസ് ആവുക അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ശരിക്കും എല്ലാ മനുഷ്യനും ആങ്സൈറ്റി എന്നുള്ളൊരു പ്രശ്നം ഇല്ലേ? കുറച്ചൊക്കെ ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടാവും. അത് പറഞ്ഞു വരുമ്പോൾ ആങ്സൈറ്റി നല്ല രീതിയിലും ഉണ്ട്, പ്രശ്നമുള്ള രീതിയിലുണ്ട്. അങ്ങനെയാണ് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും റിയൽ ലൈഫിൽ ആങ്ഷ്യസ് ആവുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രസൻറ്റേഷൻ കൊടുക്കണമെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് എല്ലാവർക്കും നോർമലായിട്ട് ആങ്ഷ്യസ് ആവുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ആ ആങ്ഷ്യസ് ആവുന്ന സ്റ്റേറ്റുകളും ആങ്സൈറ്റി ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്ന കണ്ടീഷനും തമ്മിലാണ് ആക്ച്വലി ഡിഫറൻസ്. ആങ്സൈറ്റി ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലമായിട്ട് മാറുന്നത് ഏതൊരു ഘട്ടത്തിലായിരിക്കും? ആങ്സൈറ്റി എന്നുള്ളതല്ല, ഏത് തരത്തിലുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഒരു പ്രശ്നമായിട്ടുള്ള കാറ്റഗറിയിലേക്ക് പെടുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലെ ഫങ്ഷനിങ്ങിനെ പ്രശ്നം ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എൻ്റെ വർക്ക് ലൈഫ് ബാലൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നു, എൻ്റെ റിലേഷൻഷിപ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് എനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഈ സിംറ്റംസ് എന്നെ പ്രശ്നപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെയല്ലേ? ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ പെടുന്ന കാര്യങ്ങളാണ് വർക്ക് ലൈഫ് ബാലൻസ്, റിലേഷൻഷിപ്പ്, ഈവൻ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്ലീപ്പ്, ഈ പറയുന്ന എല്ലാ ബേസിക് കാര്യങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഭയം അല്ലെങ്കിൽ ആശങ്ക, ഇതൊക്കെയാണ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു സംഭവം. ശരിക്കും ഭയവും ആശങ്കയും ഒക്കെ തന്നെയാണോ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷോർട്ട് സ്പാനിലേക്കുള്ള ടൈപ്പ് ഓഫ് ടെൻഷൻസോ വെറീസോ ആങ്ഷ്യസ് ആവുന്ന സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതില്ലാതെ ആളുകൾക്ക് ലൈഫ് ഫുള്ളി അങ്ങനെ പോവാന്ന് പറയുന്നത് പോസിബിളേ അല്ല. പക്ഷേ ആങ്സൈറ്റി ഒരു പ്രശ്നമാവുന്നത് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുക, മാറണേ ഇല്ല. ഇപ്പോൾ ഒരു ടെൻഷൻ ആവേണ്ട ഒരു ഇവൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും അതേ ടെൻഷൻ സസ്റ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ അതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും? പലപ്പോഴും എനിക്ക് എന്താ റീസൺ എന്ന് പോലും അറിയാതെയാണ് ടെൻഷനായി പോകുന്നത് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയി പോകുന്നത്. നമുക്കത് ആങ്ഷ്യസ് ആയി പോകുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക അതിൻ്റെ സിംറ്റംസ് വെച്ചിട്ടാണ് മനസ്സിലാവേണ്ടത്. അതായത് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരിക, നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഹെവിനെസ് ആണ്, അതുപോലെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് വയറ്റിനകത്തൊരു കാളലാണ്, ബേണിങ് സെൻസേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും, പിന്നെ പാൽപിറ്റേഷൻസ്, സ്വെറ്റിങ്, കൈയിനകത്ത് സ്വെറ്റിങ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്, ഫുൾ ബോഡി സ്വെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഹീറ്റ് ചെയ്യും, ബോഡി കോൾഡ് ഫ്ലാഷസോ ഹോട്ട് ഫ്ലാഷസോ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ത്രോട്ട് ഡ്രൈ ആയി പോവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഷിവറിങ് പോലെ ബോഡിയിൽ ട്രെമേഴ്സ് പോലെയൊക്കെ
ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, ബ്രത്ത് കിട്ടാതെ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർ ഏതൊക്കെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളവരായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ആങ്സൈറ്റീനെ പറ്റി പറയുമ്പോൾ അത് ഡിസോർഡർ ലെവലും നോർമൽ ലെവലിലും നമ്മൾ മനസ്സിലാക്കണം. നോർമൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക പേഴ്സണാലിറ്റിയോ ക്യാരക്ടറിസ്റ്റിക്സോ വേണമെന്നില്ല. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് വരാൻ ചാൻസസ് ഉള്ള ആളുകളെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട ആളുകൾ, നമ്മൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടാവുന്ന ആളുകൾ. ഇനി അതുമല്ല എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ഇവൻറ്റ് അവരുടെ ലൈഫിൽ, ഇപ്പോൾ നമ്മളുടെ എർത്ത് ക്യൂക്ക് അങ്ങനത്തെയൊക്കെയുള്ള ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ PTSD എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആളുകൾ ഉണ്ടാവാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ട്രോമ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതൊരു സ്പെസിഫിക് ഇവൻറ്റ് റിലേറ്റഡ് അല്ല, പക്ഷെ ചെറിയ 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 ലൈഫ് ലോങ് നമ്മളിങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ പാരൻസ് തമ്മിൽ ഭയങ്കര വഴക്കാണ് വിചാരിക്കും, കുട്ടിയുടെ അടുത്തല്ല, അവർ തമ്മിലാണെങ്കിൽ പോലും അത് കാരണം ഉണ്ടാവുന്ന ട്രോമ ഉണ്ടാവാം. അതൊന്നും ഡയറക്റ്റ്ലി കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റണമെന്നില്ല. അതുകൊണ്ട് ഈ കുട്ടിക്ക് പോലും മനസ്സിലാവണമെന്നില്ല ഇതിൻ്റെയൊക്കെ ഇമ്പാക്ട്സ് ആ കുട്ടിയിൽ ഉണ്ട് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു സ്റ്റേറ്റിൽ ആ കുട്ടി വളരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈപ്പർ വിജിലൻറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അതായത് സേഫായിട്ട് ഫീൽ ചെയ്യില്ല ബേസിക്കലി. അപ്പോൾ എനിക്ക് പ്രശ്നമാവോ, ഇനിയിപ്പോൾ അമ്മ ഓക്കെ അല്ല അല്ലെങ്കിൽ അച്ഛൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമോ, എന്തായിരിക്കും എൻ്റെ അടുത്തുള്ള റിയാക്ഷൻ, വഴക്ക് കിട്ടുമോ, അടി കിട്ടുമോ, ഇങ്ങനെയുള്ള ഫിയേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാതെ ആ അളവിൽ കുഞ്ഞിലേ തൊട്ട് ഇവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സേഫ് അല്ല, ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആ പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്, ഇപ്പോൾ ഉള്ള മൊമെൻറ്റിലേ അല്ല കുട്ടി നിൽക്കണേ. അപ്പോൾ ആ ഒരു ട്രെയ്റ്റ് വലുതാവുമ്പോഴും ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും അതുപോലെ പ്രശ്നമാവോ, നടക്കില്ലേ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പെസിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അതും ആങ്സൈറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതെ, അതായത് പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആങ്ഷ്യസ് ആവുന്ന ആളുകളുടെ പ്രശ്നം. നമ്മൾ ആങ്സൈറ്റി ഉള്ള ആളുകളിൽ ഉണ്ടാവുന്ന ഒരു സിംറ്റം പോലെയാണ് അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ്ഡ് ആവാൻ പറ്റണില്ല എന്ന് പറയണത്. പക്ഷെ അത് മാത്രമല്ല, ആങ്ഷ്യസ് ആവുന്ന ആളുകളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അവർ കൂടുതൽ ഇമോഷണൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ സോഷ്യലി വിഡ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെ നടന്നാലോ, അങ്ങനെ പറഞ്ഞാലോ, വാട്ട് ഇഫ് എന്നുള്ള സംഭവമാണ് എപ്പോഴും അവരുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നത് അടുത്ത മൊമെൻറ്റിലോ അടുത്ത ദിവസങ്ങളിലോ അടുത്ത കാലത്തോ നടക്കാൻ പോകുന്ന കാര്യമാകുമ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധക്കുറവ് വരാം, അത് കാരണം മിസ്റ്റേക്സ് ഉണ്ടാവാം. എഗെയിൻ അതൊരു ലൂപ്പാണ്. ഇവിടെ ശ്രദ്ധയില്ലാത്ത കാരണം മിസ്റ്റേക്സ് വരുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുമ്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നു. എഗെയിൻ അതെൻ്റെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് കോൺഫിഡൻസിനെയും എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളില്ലേ, അത് തെറ്റിപ്പോവോ, ശരിയാവില്ലേ എന്ന് പറയുന്ന സാധനം ആക്ച്വലി നടക്കുകയല്ലേ. അപ്പം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സേഫായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്കറിയാവുന്ന എൻവയോൺമെൻറ്റിലാണെന്നുള്ളൊരു പാറ്റേണിൽ വരുന്ന ആളുകൾ. അതായത് ഇപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സേഫാണ്, പ്രെഡിക്റ്റബിൾ ആണ് ബേസിക്കലി. അപ്പോൾ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കാൻ പോകണില്ലല്ലോ. ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താ, വിചാരിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാതിരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് അതുപോലെ നടന്നു കഴിഞ്ഞാൽ സമാധാനം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലയൻറ്റ്, അവർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും എന്തെങ്കിലും ഒരു മോശമായ അനുഭവം അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ക്ലയൻസ് വരാമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആങ്സൈറ്റി സ്പെക്ട്രത്തിലുള്ള ക്ലയൻസ് ഉണ്ടാവാം. അപ്പം ആങ്സൈറ്റി ഡിസോർഡേഴ്സിന് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പറയുന്ന കാറ്റഗറി ഉണ്ട്, പാനിക് അറ്റാക്സ് അതിനകത്ത് വരുന്നതാണ്,
സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നമ്മൾ ഇപ്പോൾ കുറേ കേൾക്കുന്നതായിരിക്കും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ വരാൻ അവർക്ക് പല റീസൺസ് ഉണ്ടാവാം, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ പല കാര്യങ്ങൾ കാരണം ആങ്സൈറ്റി കൂടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ചില ആളുകൾക്ക് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആങ്സൈറ്റിയാണ്. ഈ എക്സാം ഇന്ന് തീരുന്നതല്ല, അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആവും. അപ്പം അതിനെപ്പറ്റി ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ദിവസങ്ങളാണ് എല്ലാ ദിവസവും. മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ വരാറുണ്ട്. ഇനി OCD എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് പ്രഗ്നൻസി സമയത്ത് OCD ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും അല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്ന കേസസ് ആണ്. നമുക്ക് ക്ലീൻലിനെസ് വൃത്തിയാക്കിയാലും വൃത്തിയായില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ കുട്ടിയെ കുളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ആയിപ്പോവും. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. മനസ്സിലായി. കുട്ടിയെ പിന്നെയും കുളിപ്പിച്ചുകൊണ്ടിരിക്കണം. കുട്ടിയുടെ ക്ലോത്ത്സ് പിന്നെയും വാഷ് ചെയ്യണം. അതായത് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാലും അത് ആ ഇട്ട് കഴിഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞാൽ അഗെയിൻ അതെല്ലാം എടുത്തിട്ട് വീണ്ടും വാഷ് ചെയ്യാനാണ് അവർക്കുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളാകുമ്പോൾ യൂറിൻ പാസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര ക്ലീൻ ചെയ്താലും മതിയാവില്ല. അപ്പോൾ അത് കുട്ടിക്ക് എത്ര പ്രശ്നമാവും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം കൂടെയുള്ളവരും അത് അനുഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അത് എത്രത്തിലായിരിക്കും കൂടെയുള്ള ആളുകളെ അത് ബാധിക്കുന്നത്? അവർ ശരിക്കും ഈ ഇതുള്ള ആൻസൈറ്റി ഉള്ള ആൾക്കത് തിരിച്ചറിയാൻ പറ്റുമോ, അതോ കൂടെ ഉള്ള ആൾക്കാർക്കായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക? ഈ അസുഖങ്ങളെ പറ്റിയൊക്കെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയതിനെ പറ്റി ഒരു അറിവുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മറിച്ച് എല്ലാവർക്കും അതിന് പറ്റണമെന്നില്ല. എസ്പെഷ്യലി ഇപ്പോൾ GAD എന്ന് പറയുന്ന ജനറലൈസ്ഡ് ആങ്സൈറ്റി കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വീട്ടമ്മമാരിലൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് എന്ത് ഭക്ഷണം വെക്കണം, കുട്ടികൾ സമയത്തിന് വണ്ടി കിട്ടുമോ, അവർ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടാവുമോ, ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ, ഹസ്ബൻഡ് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റുമോ. അതായത് ചെറിയ കാര്യങ്ങൾ തൊട്ടായിരിക്കാം ഇവർക്ക് ഈ ആശങ്ക, ഈ ടെൻഷൻ, ആങ്സൈറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻസ്. അപ്പം അത് നമ്മൾ അവരങ്ങനെ ഒരു ടൈപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് കൂടുതലുള്ളവർക്കും മനസ്സിലാവില്ല, അവർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനും ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് എനിക്കൊരു സ്പെസിഫിക് പോയിന്റിൽ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ലോ ആയിട്ട് എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് ഡെവലപ്പ് ആവാം, അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ സോഷ്യലി ഐസൊലേറ്റഡ് ആവാൻ നോക്കും. ഞാൻ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, അധികം ആളുകളൊന്നും കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാലും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, വെറുതെ ലിസണറായിട്ട് മാറുന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ മറ്റുള്ളവർക്കും നോട്ടീസ് ചെയ്യാം, ഇയാളിങ്ങനെ അല്ലായിരുന്നല്ലോ, എന്താ പറ്റിയതെന്ന്. അതുപോലെ എനിക്കും മനസ്സിലാക്കാം, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, പഴയതുപോലെ അല്ല, എന്നിൽ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ OCDയുടെ സിറ്റുവേഷൻസ് ആണെങ്കിലും അതിൽ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നത് നമ്മൾ ഈ ക്ലീൻലിനെസ്, ഈ ഡോസ് ചെക്ക് ചെയ്യുക, ഗ്യാസ് കണക്ഷൻ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോമൺലി കേൾക്കുന്നത്. ഈ ആക്ടിവിറ്റി ഇല്ലാത്ത വെറുതെ റൂമിനേറ്റ് ചെയ്യുന്ന, ചിന്തിച്ച് മാത്രം പ്രശ്നമാവുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ, നീ ഒന്ന് നോക്ക്. അപ്പം അടുത്തുള്ള ആളുകളുടെ അടുത്തും നമ്മളത് റീഅഷുറൻസ് സീക്ക് ചെയ്യുന്ന പോലെ ചോദിക്കാനും പറയാനും പറയിപ്പിക്കാനും ഒക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾ കുറച്ച് തവണയൊക്കെ അത് ചെയ്യുമായിരിക്കും. പിന്നെ അവർക്കും അത് റിപ്പീറ്റഡ്ലി എവറി ഡേ ഡീൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ അപ്പോൾ അവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ ആങ്സൈറ്റിയുടെ എല്ലാ സിംറ്റംസും ഇല്ലേ, ഹാർട്ട് ബീറ്റ് കൂടുക, എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്, ചിലർക്ക് മരിച്ചു പോകുന്നത് പോലെ ആവാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ് എന്നുള്ള ഫീലിൽ അത്രയും ഫിയറിലാണ് വരുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിൽക്കുന്ന നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവാണെന്നുള്ള രൂപത്തിൽ നമ്മളുടെ കൺട്രോളിലല്ലാതെ ഫിസിയോളജിക്കലി ചേഞ്ചസ് വരാണ്. ഹാർട്ട് റേസ് ആവുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കൈയും കാലും ഷിവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ത്രോട്ടെല്ലാം ഡ്രൈ ആയി പോവാണ്, എനിക്ക് ഞാനിവിടെ നിൽക്കുന്നിടത്തുനിന്ന് എനിക്ക് ഒരു കൺട്രോളും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ വിളിച്ച് പറയാനോ ഒന്നിനും പറ്റുന്നില്ല എന്ന് പറയുന്ന രൂപത്തിൽ ആയി പോവാണ്. ഇത് നമ്മളുടെ ബോഡിക്ക് തന്നെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇതിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഈ എപ്പിസോഡ് ഉണ്ടാവുന്ന സമയത്തുള്ള ഫിയർ നമുക്ക് അങ്ങനത്തെ ഒരു തോട്ടും ആ സമയത്ത് തരില്ല. അപ്പോൾ എത്ര നാളുകൾ മെഡിസിൻ എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു തെറാപ്പി ചെയ്യണമെങ്കിലൊക്കെ എത്ര നാളുകൾ ചെയ്യേണ്ടി വരും? അതൊക്കെ എങ്ങനെയായിരിക്കും ആവുന്നത്? അത് ഇത്ര കാലം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ഒരു ഗൈഡായിട്ട് എന്നെ
ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക. ആ ഡയറക്റ്റ് ചെയ്യുന്ന പാത്തിലൂടെ എത്ര സ്പീഡിലും എത്ര ഇൻട്രസ്റ്റോടും കൂടി നിങ്ങൾ ഓടുന്നോ അത്രയും പെട്ടെന്നാണ് നിങ്ങളുടെ റിക്കവറി. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് തെറപ്പിയിലെ മെത്തേഡ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു നെക്സ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ എന്നുള്ളതിനനുസരിച്ചാണ് അവരിൽ ആ ഒരു സ്കില്ല് ബിൽഡ് ആവുന്നത്. അതിൽ എഫേർട്ട് ഇടാതിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ സീരിയസ്നെസ്സോട് കൂടി കാണാതിരിക്കുക. അവർക്ക് തോന്നുമ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം കൺസൾട്ടേഷന് വരിക എന്നൊക്കെ പറയുന്ന കേസസിൽ നമുക്ക് ആ റിക്കവറിയുടെ പീരീഡൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ട്. അപ്പോൾ അത് ആ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മെഡിസിൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും. അപ്പം മെഡിസിൻസ് കൊടുക്കുന്നതിന് ഇഫക്ട്സ് ഉണ്ടാവും. പക്ഷെ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ തെറപ്പിയും കാര്യങ്ങളും എടുത്ത് നമ്മളുടെ തോട്ട് പാറ്റേൺസ്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ്, ബിഹേവിയർ പാറ്റേൺസ്, നമ്മളുടെ ചില കമ്മ്യൂണിക്കേഷൻ സ്കിൽസോ അങ്ങനെയൊക്കെയുള്ള സ്കിൽസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇനിയൊരു എപ്പിസോഡ് വരാതിരിക്കാനും ഓൾറെഡി ഉള്ളതിന് പെട്ടെന്ന് റിക്കവേർഡ് ആവാനും അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളെ ശാരീരികമായിട്ടും ബാധിക്കാറുണ്ട് എന്ന് പറയുമല്ലോ, അതെങ്ങനെയായിരിക്കും? ഈ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻസിലോ ഈ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. കോർട്ടിസോൾ കേട്ടിട്ടുണ്ടാവും, സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹാർട്ട് ബീറ്റ് കൂട്ടാനും ഈ ഫിസിയോളജിക്കൽ സിംറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ കാരണമാക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടിത്തരാ. എന്തിനാ? നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാവാൻ. എന്തിനാ? ഫൈറ്റ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? അതാണ് രണ്ടുപേരും കൂടി നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അഡ്രിനാലിനും കോർട്ടിസോളും. പക്ഷേ എല്ലാ ദിവസവും എല്ലാ കാര്യത്തിലും ഒരുപാട് സമയം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇതിൻ്റെ അളവ് ഉണ്ടാവുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല ഉണ്ടാവുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈവൻ ഡയബറ്റിക് പേഷ്യൻസായി മാറാൻ ചാൻസസ് ഉണ്ട് കോർട്ടിസോൾ ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിന്നാൽ. അതുപോലെ കോർട്ടിസോളും അഡ്രിനാലിനും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്ത് തരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരാൾ പേടിപ്പിച്ചു എന്ന് വിചാരിക്കുക, നമുക്ക് എന്താ ചേഞ്ചസ് വരുന്നത്? നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫായി പോവാം. മസിലിലാണ് പല രീതിയിലുള്ള വേരിയേഷൻസും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓടാൻ വേണ്ടി റെഡി ആവുക, ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുന്നില്ലേ? അപ്പം ഈ സ്ട്രെസ്സേഴ്സ് വരുന്ന സമയത്ത് അതൊരു മസിൽ മെമ്മറിയും കൂടി ആയിട്ട് നിൽക്കുന്നുണ്ട്, മസിൽസിനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റയർ ബോഡീനെ അതുകൊണ്ടാണോ ഈ ശരീരത്തിന് വേദന ഉണ്ടാവുന്നു? ചിലപ്പോൾ ചിലർക്ക് തലവേദന ഉണ്ടാവും, ഷോൾഡർ പെയിൻ, അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തോന്നലായിരിക്കുമോ? അത് ശരിക്കും നമ്മുടെ ബോഡി അങ്ങനെ വേദനിക്കുന്നതായിരിക്കുമോ? യെസ്, അങ്ങനെ വേദനിക്കുന്ന പോലെ തന്നെ നമുക്ക് റിയൽ പെയിൻ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ കെമിക്കൽ ചേഞ്ചസും മസിൽസും എല്ലാം ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഒരു സ്ട്രെസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ പല രീതിയിൽ സൊമാറ്റിക് സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ചിലർക്ക് കൈയും കാലുമൊക്കെ കുഴയുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. എപ്പോഴും ക്ഷീണം എന്ന് പറയും. എപ്പോഴും ക്ഷീണം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബോഡി എപ്പോഴും സ്ട്രെസ്സേഴ്സിലൂടെ പോവുകയാണെങ്കിൽ ഈ അഡ്രിനാലിനൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ത്രെട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ് ബോഡി. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് എക്സോസ്റ്റഡ് ആവില്ലേ? അതെടുക്കാൻ ബോഡിക്ക് പറ്റില്ല, ബോഡിക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഫിസിയോളജിക്കൽ സിംറ്റംസും വരും. എന്ത് അസുഖങ്ങളും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം. നമ്മൾ ക്യാൻസർ തൊട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തൊട്ട് എന്ത് തരത്തിലുള്ള ഫിസിക്കൽ ഡിസോർഡേഴ്സും ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ. ആങ്ഷ്യസ് ആയി നീ വിചാരിക്കുക, അപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് ഒരു മാർഗ്ഗം എന്തായിരിക്കും? ആങ്സൈറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് പല അസുഖങ്ങളിലും പല രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളായിരിക്കും നമ്മൾ പൊതുവെ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓരോ ആളുകൾക്കും പേഴ്സണാലിറ്റിക്കും അനുസരിച്ചൊക്കെ വാരി ചെയ്യാം. പക്ഷെ വളരെ കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ആലോചിക്കുക, നമ്മൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആങ്ഷ്യസ് ആയി പോകുന്നത്. ഇല്ലാത്ത കാര്യത്തിൽ വറീഡ് ആവല്ലേ? അപ്പോൾ നമ്മുടെ മൈൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗ്രൗണ്ട് ചെയ്യാന്ന് പറയും. അതിന് നമുക്ക് നമ്മളുടെ സെൻസ് ഓർഗൻസ് വഴിയാണ് പറ്റുക. സെൻസറി നമുക്ക് 5 സെൻസ് ഓർഗൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ അതിൽ 5, 4, 3, 2, 1 റൂൾ എന്നൊക്കെ ഇതിന് പറയും ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ. 5 കാര്യങ്ങൾ വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നതിനെ ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 4 കാര്യങ്ങളെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ടച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക.
3 കാര്യങ്ങൾ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. 2 കാര്യങ്ങൾ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുമോ നോക്കുക. പോസിബിൾ ആണെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് സെൻസറി ഓർഗൻസ് വഴി നമ്മളെ ഈ മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാന്നുള്ള ഇൻറ്റൻഷനിൽ മാത്രം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. എപ്പിസോഡ് വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് വരുമ്പോഴോ അപ്പം പോയി ചെയ്യാൻ നിൽക്കരുത്. അതിന് മുന്നേ ഇത് പഠിച്ചിരിക്കണം. ഇത് ചെയ്യാൻ നമ്മൾ ചെയ്ത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്ത് കംഫർട്ടബിൾ ആണെങ്കിലേ ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ സമയത്ത് എന്തായിരുന്നു 5 4 3 2 1 എന്ന് ഞാൻ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ അതും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, തെറപ്പിയും വർക്ക് ആവുന്നില്ല എന്നുള്ള രൂപത്തിൽ കൂടുതൽ ടെൻസ്ഡ് ആവുകയുള്ളൂ. സോ പ്രിപ്പറേഷനും എക്സ്പോഷറും ഉണ്ടെങ്കിലേ ഈ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനെ ആങ്സൈറ്റി വലിയൊരു പ്രശ്നത്തിലാക്കുന്നത് അതിനെന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സെക്കൻഡ് പ്രഗ്നൻസി കൺസീവ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസിലൊക്കെ വന്നിട്ടുള്ള ക്ലയൻസൊക്കെ ഉണ്ട്. വെരി റീസെൻ്റ്ലി നമ്മൾ കാണുന്നത്. അപ്പം ഓൾറെഡി ചീറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ട്രസ്റ്റ് റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് എഗെയിൻ അങ്ങനെ ഒരു എപ്പിസോഡ് വരുന്നു. അത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഓൾറെഡി പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ട് എന്ത് ഇമോഷനാണെങ്കിലും വളരെ അളവിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ ഒരു പീരീഡാണ്. ഈ ഹോർമോൺസും പല കാര്യങ്ങൾ കാരണം. സന്തോഷമാണെങ്കിൽ നല്ല സന്തോഷം, സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ആണ്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ കുട്ടിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അമ്മയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ലൈഫിലൊരു മേജർ ഡിസിഷൻ, ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ വെച്ച് മുന്നോട്ട് പോകണോ വേണ്ടയോ. ബേബിയുടെ കാര്യത്തിലാണെങ്കിലും ഇനിയൊന്നും അതിനകത്ത് ബേബീനെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹവും ചെയ്യണം എന്നുള്ളതും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എവറി ഡേ ആങ്ഷ്യസ് ആയിക്കൊണ്ടേയിരിക്കുന്ന സ്റ്റേറ്റാണ്. അത് കൊച്ചിനെ എഫക്റ്റ് ചെയ്യും, അമ്മയെ എഫക്റ്റ് ചെയ്യും. അപ്പം ഈ കേസിൽ കുട്ടിയുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ആ കുട്ടി ഡിസേർവ് ചെയ്യുന്ന പോലുള്ള സിറ്റുവേഷൻ അല്ല. പക്ഷെ അമ്മ ആങ്ഷ്യസ് ആയി പോകുമ്പോൾ കൊച്ചിൻ്റെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഇത് എഫക്റ്റഡ് ആവും. ആ അമ്മേനെയും അത് അത്രയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ബേബി പുറത്ത് വരുന്ന സമയത്താണെങ്കിലും ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു അമ്മ കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണെന്ന് പറയും. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മളുടെ കേരളത്തിൽ വിശ്വസിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തോ തലത്തിലുള്ള ഒരു കാര്യമാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല ആളുകൾക്ക്. ഉണ്ടെങ്കിൽ അവരത് പുറത്ത് കാണിക്കാറില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എന്താണെന്നറിയോ, ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഡിസ്കഷൻ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും പലയിടത്തും നടക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ പ്രൊഫഷണലാകുമ്പോൾ ഇതിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് വന്നിട്ട് നമ്മളെടുത്ത് പറയുമ്പം ഇതൊക്കെ ഒരു മിത്താണ് എന്നുള്ള രൂപത്തിൽ ഈ ജനറേഷനിൽ ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായിട്ട് തോന്നും. കാരണം മേ ബി അങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ പറ്റി അവയർനെസ് ഇല്ല, ഫീലിങ്സിനെ പറ്റി അവയർനെസ് ഇല്ല, ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവയർനെസ് ഇല്ല. ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് അയാൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു ബുദ്ധിമുട്ടാവണുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടാണ് നമുക്കപ്പോൾ പേടിയാവുക. മനസ്സിലാവുന്നുണ്ട്? അതായത് ഫീലിങ്സും ഇമോഷൻസും ആണെങ്കിലും ഞാൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബയോളജിക്കലി ഇത് ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. കുറേ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം കാരണം ചികിത്സ തേടി പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സ്റ്റിഗ്മ എന്ന് പറയുമ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതോ, ഇപ്പോൾ ഈവൻ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ നമ്മളെടുത്ത് വരുമ്പോൾ ഇപ്പം ഞാനൊന്നും മെഡിസിന് എതിരായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല. അതായത് ചിലരുണ്ട് തെറപ്പി മാത്രം മതി, മെഡിസിൻ എടുത്താൽ എന്തോ പ്രശ്നമാണെന്ന് പറയുന്ന വിഭാഗം ആളുകളുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഫിസിക്കൽ ബോഡിയും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ തെറപ്പിയുടെ വേഗവും നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തെറപ്പിയിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ക്ലയൻറ്റിന് പറ്റുള്ളൂ. ചില കേസസിൽ ചിലതിലിപ്പം ഇപ്പോൾ ഡിപ്രഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഒക്കെ ആണെങ്കിൽ മൈൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ വേണ്ട, മോഡറേറ്റിൻ്റെ ഒരു സ്റ്റേജ് വരെ വേണ്ട. എന്നാൽ ചില കാറ്റഗറിയിലാണെങ്കിൽ മെഡിസിനും കൂടി എടുത്താലേ നമുക്ക് ബെറ്റർ ആയിട്ട് തെറപ്പിയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം ഈവൻ ചില ക്ലയൻറ്റ്സ് നമ്മളടുത്ത് പറയും മെഡിസിൻ വേണ്ട. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അതാണ് നമുക്ക് ബോഡിയിൽ ഇപ്പോൾ ആദ്യം ആവശ്യമുള്ളത് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മെഡിസിൻസ് എടുത്ത് 2 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ആളുകളിലുള്ള അവയർനെസ് പല പല ലെവലിലുമാണ് കിടക്കുന്നത്. മെഡിസിൻ വേണ്ടടുത്ത് തെറപ്പി കൊണ്ട് കാര്യമില്ല. മെഡിസിനും തെറപ്പി ഒരുമിച്ച് പോകുമ്പോഴാണ്
നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമുക്ക് ഇമ്മീഡിയറ്റ് റിക്കവറി എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ പോസിബിൾ ആണ്, ചിലയിടത്ത് അത് ആവശ്യമില്ലാത്തടത്ത് വേണ്ട. പക്ഷേ ഈ കൺസൾട്ടേഷന് പോകാന്നൊക്കെ പറയുന്നത് എന്തോ പ്രശ്നമാണ്. നമ്മളുടെ മൈൻഡിൽ ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് എന്തോ അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുള്ള ആള് എന്തോ പ്രശ്നക്കാരനാണ്, അയാൾ ഇനി നോർമൽ സെൻസിലേക്ക് വരില്ല, വേറെ എന്തോ കാറ്റഗറി. ഇപ്പം മേ ബി സിനിമയിലൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ടിട്ടുള്ള വിഷ്വൽസിൽ മെൻ്റലി പ്രോബ്ലം ഉള്ള ആളുകളെ പിക്ചറൈസ് ചെയ്തത് വെച്ചിട്ടായിരിക്കാം ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നമുള്ള ആളുകൾ എന്ന് വിചാരിക്കുന്നത് തോന്നുന്നു. എപ്പോഴും സെഷൻസിൽ വരുന്നത് ഈ ഡിസോർഡർ ലെവലിൽ പ്രശ്നമുള്ള ആളുകൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് പ്രശ്നം ഉണ്ടാവാം, ടെമ്പററി സിറ്റുവേഷൻസിൽ അവർ പറയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല, ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഇല്ല ലൈഫിൽ, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാൾ വേണം എന്ന് തോന്നിയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ആ കാര്യം എങ്ങനെ എപ്പോൾ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നു, ആ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് അതിന് ചികിത്സ തേടേണ്ടത് എന്നൊക്കെയാണ് ആദ്ര പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നല്ല വിലപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. ഒരുപാട് പേർക്ക് ഇത് പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. താങ്ക് യു.